കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അമ്പലത്തിലെ പൂജ പ്രകാരം എല്ലാ സ്ത്രീകളും കലം എടുത്ത് അമ്പലം ചുറ്റും നടക്കണം എന്നാണ് ആചാരം. പക്ഷേ ഭാസ്കരൻ്റെ വീട്ടിൽ നിന്നും ആരും ഈ പൂജ ചെയ്യാനായിട്ട് വരുന്നില്ല. അങ്ങനെ സുധീഷും ഹരീഷും സുഭാഷും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുകയാണ്. ആരാ നമ്മളുടെ പൂജ ചെയ്യുക, അതുകൊണ്ട് നമ്മൾക്ക് ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് പൂജാരി ചോദിക്കും, ഭാസ്കരൻ്റെ വീട്ടിൽ നിന്നും സ്ത്രീകൾ ആരുമില്ലേ ഈ പൂജ ചെയ്യാനും ചോദിക്കണേ. ആ സമയത്ത് നിധി പറയും ആ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിധിയും നികേഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭാസ്കരൻ്റെ വീട്ടിൽ നിന്നും ആരും വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുകയായിരിക്കും ലളിത. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ നിധി പൂജാരിയോട് പറയും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിധി കലം എടുക്കുകയാണ്. ഇത് സുധീഷ് കാണുന്നുണ്ട്. സുധീഷ് സുഭാഷിനോട് പറയും സുഭാഷേട്ട അങ്ങോട്ടേക്ക് നോക്ക്, നിധി അതാ പൂജ ചെയ്യാൻ പോകുന്നു. അങ്ങനെ സുധീഷും സുഭാഷും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് സുധീഷ് നിധിയോട് ചോദിക്കും നിധി ഇങ്ങ് മാറി നിൽക്ക്, നിധിക്ക് ഈ പൂജ ചെയ്യാൻ കഴിയില്ല, നിധി ഇങ്ങ് മാറി നിൽക്കെന്ന് പറയാണ്. ആ സമയത്ത് നിധി പറയും എനിക്ക് കഴിയും, ഞാൻ ചെയ്യാം എന്ന് പറയാണ്. സുഭാഷും നികേഷും എല്ലാവരും പറയും നിധിയോട് പൂജ ചെയ്യണ്ട എന്ന്. ആ സമയത്ത് നിധി പറയും നമ്മുടെ വീട്ടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും സുഭാഷിനോട് എങ്കിൽ നിധി ആ പൂജ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് നികേഷ് പറയുന്നുണ്ട് ഏട്ടത്തി തളരും, ഏട്ടത്തിക്ക് കഴിയില്ല, ഏട്ടത്തി ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുക, ഏട്ടത്തിക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് നികേഷ് നീ അങ്ങനെയൊന്നും പറയല്ലടാ, എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തരേണ്ടത് നീയല്ലേ എന്ന് പറയുകയാണ് നിധി നികേഷിനോട്. സുധീഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടാ ആ കലം കയ്യിൽ വെക്കുമ്പോൾ കൈ നന്നായിട്ട് പൊള്ളില്ലേ ചോദിക്കണം. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് ആടെ പൊള്ളും, വേപ്പിൻ്റെ ഇല കുറച്ച് അധികം വെച്ചാൽ അധികം പൊള്ളില്ല എന്ന് പറയാണ്. ഇത് കേട്ട പാടെ സുധീഷ് അവിടെ നിന്നും ഓടുന്നുണ്ട്. ആ സമയത്ത് നിധി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടേക്കാണ് സുധീഷ് പോകുന്നതെന്ന്. അങ്ങനെ കുറച്ച് വേപ്പിൻ്റെ ഇലയുമായിട്ട് സുധീഷ് വരുന്നുണ്ട്. എന്നിട്ട് നിധിക്ക് കൊടുക്കും. നിധി പറയും എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയത്ത് സുധീഷ് പറയും ഇതും കൂടെ വെച്ചോ എങ്കിൽ കൈ പൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് കൊടുക്കുകയാണ് സുധീഷ്. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നിധി അല്ലേ എന്ന് പറയുകയാണ് സുധീഷ് നികേഷിനോട്. ആ സമയത്ത് സുഭാഷ് പറയും അതെ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവളെ ദൈവം കാക്കും എന്ന് പറയുകയാണ് സുഭാഷ്. ഇങ്ങനെ നിധി കലവുമായി നടക്കുകയാണ്. പക്ഷേ നിധിക്ക് അതുമായി നടക്കാൻ കഴിയില്ല. ഇത് കാണുന്ന സുധീഷിന് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഓടിച്ചെന്ന് ഒരു കലം വെള്ളം കൊണ്ടുവന്ന് നിധിയുടെ കാലിൽ പാരുകയാണ്. ഇത് കാണുമ്പോൾ നിധിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. എങ്കിലും നിധി അതുമായി നടക്കുകയാണ്. പിന്നീട് നിധി അതുമായി അമ്പലം ചുറ്റും നടക്കും. അങ്ങനെ ആ പൂജ കഴിഞ്ഞതിന് ശേഷം നിധി അമ്പലത്തിൽ ഒരു സൈഡിൽ പോയി ഇരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് എവിടെ നിന്നോ കുറച്ച് ഐസ് കൊണ്ടുവന്നിട്ട് നിധിയുടെ കയ്യിൽ വെക്കും. എന്നിട്ട് സുധീഷ് ചോദിക്കും വേദനയുണ്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയും ആ വേദനയുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സുധീഷിന് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയും മോളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വലിയ ത്യാഗമാണ് മോള് ചെയ്തതെന്നറിയോ. അപ്പോൾ നിധി പറയും നമുക്ക് വേണ്ടിയിട്ടല്ലേ സുഭാഷേട്ട എന്ന് പറയുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.